അറിഞ്ഞില്ലേ നിങ്ങള്? ഇനിയെങ്കിലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് പ്രതികരിച്ചില്ലെങ്കിൽ എന്റെ ധാർമ്മികതയ്ക്ക് കോട്ടം തട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടു വാക്ക് പറയാതിരിക്കാൻ വയ്യ. എന്താ രാമേന്ദ്ര പ്രശ്നം? മൂല്യബോധവും സാംസ്കാരിക തനിമയുമുള്ള വ്യക്തികളുടെ എണ്ണം ഉണ്ടെങ്കിലും പലയിടത്തും നിശബ്ദത പാലിക്കുന്നു, ആരെയൊക്കെ പേടിച്ചിട്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഞാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ചയാണ്. സബ്സ്ക്രിപ്ഷൻ. ഏതോ ചിലർ ഒരു മാസം 10,000 20,000 പേരുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാസം 40 ലക്ഷം 50 ലക്ഷം 60 ലക്ഷം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞും അതിനെ പ്രോത്സാഹിപ്പിച്ചല്ല, ആ വരുമാനം കാണിച്ചുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് പഠനത്തിന് താല്പര്യമുണ്ടാക്കാത്ത, ശരീരമനങ്ങി പണമുണ്ടാക്കാൻ താല്പര്യപ്പെടാതെ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. ഉടായ്പിലൂടെയും സൂത്രത്തരത്തിലൂടെയും ശരീര പ്രദർശനങ്ങളിലൂടെയും പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം വിഷമം തോന്നി. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ജോലി ചെയ്യാതെ കുറെ ഉടായ്പോടുകൂടി പണം ഉണ്ടാക്കുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾ അവരുടെ ഈ വീഡിയോകൾ രാത്രി 10 മണി 11 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം 1:30-2 മണി വരെ ഷാള് താഴേക്ക് വീണാൽ, മുന്താണി താഴേക്ക് വീണാൽ, സൈഡ് തെരിഞ്ഞു നിന്നാൽ, അതുപോലെ തന്നെ ബ്ലൗസിനകത്തൂടെയുള്ള ക്യാമറ ഫോക്കസ് ചെയ്തുകൊണ്ട് കുറച്ച് സഹോദരിമാരുടെ എണ്ണം കൂടി വരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? പക്ഷേ ഇപ്പം രാത്രികാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ പഠനമുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സബ്സ്ക്രിപ്ഷൻ പാർട്ടികളായ പണത്തിന് ആസക്തി പിടിച്ച, ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് കാണിച്ചും പണം ഉണ്ടാക്കുക, പണമാണ് പ്രധാനം, പണം ഉണ്ടായാൽ എല്ലാം നേടാൻ കഴിയുമെന്ന മിഥ്യാ ധാരണ മാത്രം പൊതുസമൂഹം നിങ്ങളെ കാണുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒരു പട്ടിയുടെ വില പോലും സമൂഹത്തിൽ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ പാർട്ടികൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഓർക്കുക. അവർ സ്വന്തം മക്കളെ, നിങ്ങളുടെ മക്കളെ ഏത് കണ്ണിലൂടെ ആയിരിക്കും കാണുക? വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. തുണി അയച്ചിട്ട് കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്ത് വെറുതെ വീട്ടിലിരുന്നാൽ മാത്രം മതി, ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് വരും. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാൻ ഒരു കാര്യം ആലോചിക്കുക, ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ? വാണം വിട്ട പോലാണ് ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണം കുതിച്ചു കയറിയത്. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. ഒരാളിൽ നിന്ന് മാസം ഈടാക്കുന്നത് 150 രൂപയാണ്. അതായത് നിലവിൽ സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം രേണു ഉണ്ടാക്കുന്നത് മാസം 5 ലക്ഷം രൂപയാണ്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഒരു പണിയില്ല. തുട, വയറ്, ക്ലീവേജ് ഇങ്ങനെയുള്ള ശരീരഭാഗങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഞാൻ പോകുന്നു. ബൈ ബൈ.